കണ്ടിപ്പോൾ എനിക്ക് തന്നെ ചിരി വരികയാണ്. എന്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും വളരെ സിമ്പിളായി ചെയ്ത വീഡിയോ ആണിത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യേണ്ടത്, അതിനുള്ള ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മുൻപത്തെ ഫേസ് ആപ്പ് നിങ്ങൾക്കറിയാം, ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ ഫേസ് ആപ്പ് നല്ല ഹിറ്റായ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. എല്ലാവരും അതിൽ നിന്നും ഫോട്ടോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയി ഇട്ടതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ സുഹൃത്തുക്കളും അത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഫേസ് ആപ്പ് ഫോട്ടോസ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോസ് ആണ് ഗൈസ്. വളരെ ഫണ്ണി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഉറപ്പായും കണ്ടു കഴിഞ്ഞാൽ ചിരി വരുന്ന തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ എങ്ങനെ ഇത് ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യും, ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് അറിയുവാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും മെത്തേഡ് നോക്കി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ അത് തന്നെയാണ് ബെല്ലൈക്കൺ, അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആദ്യമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ടിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചില പെർമിഷൻസ് അലോ ചെയ്യാൻ ആവശ്യപ്പെടും, അത് അലോ ചെയ്യുക. അപ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ വൃത്തത്തിനുള്ളിൽ നിങ്ങളുടെ മുഖം വരുന്ന രീതിയിൽ കറക്റ്റായി ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, അത്തരത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ലോഡ് ആവുകയും, ഇതിനൊക്കെ നെറ്റ് വേണം, ഇന്റർനെറ്റ് ഓൺ ചെയ്ത ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ലോഡ് ആയ ശേഷം ഇങ്ങനെ വരും. താഴെ കാണുന്ന ടിക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പണമടച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആക്ടേഴ്സിന്റെയും ഫുട്ബോൾ പ്ലേയേഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രമുഖരായ ആളുകളുടെയും ഒക്കെ ലിസ്റ്റ് വന്ന് കാണുവാൻ കഴിയും. ഇതിൽ നിന്നും ഏതൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഒന്ന് ലോഡായി ഇത്തരത്തിൽ ആ വീഡിയോ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. ഗൈസ്, വളരെ സിമ്പിളായി ഇത്തരത്തിലുള്ള ഫണ്ണി വീഡിയോസ് നിങ്ങൾക്ക് ഇനി ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സേവ് ടു ഗ്യാലറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. ആദ്യമേ ഈ പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് നൽകുക. ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ മുഖം ഇതിൽ നിന്നും മാറ്റി നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും മുഖം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫേസിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒന്നുകിൽ ഡയറക്റ്റായി ക്യാമറ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസും ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഫണി വീഡിയോസ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ വെറുതെ ഒന്ന് ഈ ഒരു ഐശ്വര്യയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് പെയ്ഡ് വേർഷനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പെയ്ഡ് വേർഷൻ അല്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യം വരുന്നത്. അതൊന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഗൈസ്, നിങ്ങൾക്ക് കാണാം വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ചിരി വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഞാനിത് ഗ്യാലറിയിലേക്കൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷനൊക്കെ വീഡിയോസിൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ നിങ്ങൾക്ക് മുകളിലായി കാണുവാൻ കഴിയും. ഈ ജാക്ക് സ്പാരോയുടെ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആദ്യം കാണിച്ചു തന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്തായി നിങ്ങൾക്ക് കുറേ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് HBO പാക്ക്, ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ പറഞ്ഞ് കാണുവാൻ കഴിയും. അതൊക്കെ ജിഫാണ് ഗൈസ്, GIF. നമ്മൾക്ക് ഏത് GIFഉം ഇത്തരത്തിൽ നമ്മളുടെ മുഖം വെച്ച് റീഫേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ജിഫ് സെലക്ട് ചെയ്ത ശേഷം റീഫേസ് എന്ന ഓപ്ഷൻ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ജിഫിൽ അവരുടെ മുഖം മാറി എൻ്റെ മുഖം റീപ്ലേസ് ആയത്. ഇത്തരത്തിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ജിഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ജിഫായോ വീഡിയോ ആയോ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായി നിങ്ങൾ എന്തായാലും എല്ലാവരും ഉപയോഗിച്ചിരിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ അങ്ങ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീഡിയോയും അല്ലെങ്കിൽ ജിഫും ഒക്കെ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ഗ്രൂപ്പോ കാര്യങ്ങളും ഒക്കെ ഒന്ന് രസകരമാക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനി ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.